ഇന്ത്യയും മിഡിൽ ഈസ്റ്റും അല്ലെങ്കിൽ മധ്യധരണ്യാഴിയും ഈജിപ്തും റോമാ സാമ്രാജ്യവും തമ്മിൽ അനാദികാലം മുതലുള്ള ബന്ധമുണ്ട്. റോമിന് മുമ്പ് 10-ാം നൂറ്റാണ്ടിൽ തന്നെ സോളമൻ ഈ കിഴക്കൻ തീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിനൊക്കെ രേഖയുണ്ടോ എന്ന് ചോദിച്ചാൽ 2000 വർഷം മുമ്പുള്ള ഒരു ചെറിയ സംഭവമാണ്. അതിന് രേഖ ഇല്ലെങ്കിൽ പോലും ഒരു ട്രഡീഷൻ, അതല്ലെങ്കിൽ ഒരു പാരമ്പര്യം, വിശ്വാസം എന്ന് മാത്രമല്ല അതിനെ പറയേണ്ടത്, ഒരു പാരമ്പര്യം നിലനിൽക്കുന്നു. 3000 കൊല്ലം മുമ്പ് വരെ ഇവിടെ നിന്ന് അവിടെ ബന്ധമുണ്ട്. അപ്പോൾ വന്നിട്ടില്ല എന്ന് ഖണ്ഡിതമായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വന്നിട്ടുണ്ട് എന്നുള്ളതിന് തെളിവൊന്നുമില്ല. രാജാവൊന്നും അല്ലല്ലോ, അദ്ദേഹം പ്രധാനിയൊന്നും അല്ലല്ലോ, അദ്ദേഹം ഒരു മിഷണറിയാണ്. റോമാ സാമ്രാജ്യം അല്ലെങ്കിൽ ജൂത സനേദ്രിം സംഘം കുരിശിൽ തറച്ചു കൊന്ന ഒരു വിപ്ലവകാരിയുടെ അനുയായിയാണ്. അദ്ദേഹം വരുമ്പോൾ ഒരു പക്ഷേ രഹസ്യമായിട്ടായിരിക്കും വന്നിട്ടുണ്ടാകും. അദ്ദേഹം കേരളത്തിൽ തന്നെ 10-18 വർഷം ജീവിച്ചിട്ടുണ്ട്. സെൻറ് തോമസ് വന്ന കാലഘട്ടത്തിന് മുൻപുള്ള പല സഞ്ചാരികളും ഇവിടെ വന്നത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ് തോമസിന് ശേഷം ഇവിടെ വന്ന ആളുകളും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചരിത്രത്തിലെ രേഖകളിലും മറ്റ് പരാമർശങ്ങളിലും എല്ലാം കാണാം. അപ്പോൾ സെൻറ് തോമസ് ഇന്ത്യയിൽ വന്നു എന്നുള്ള വിഷയം ശരിക്കും പറഞ്ഞാലൊരു തർക്കമാണ്. എനിക്ക് തോന്നുന്നു ഇടക്കാലത്ത് വത്തിക്കാൻ പോലും വന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും പക്ഷേ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വിശ്വാസികൾ വിശ്വസിക്കുന്നു ഈ സെൻറ് തോമസ് അദ്ദേഹം ഇന്ത്യയിൽ യേശു ശിഷ്യനായ സെൻറ് മാർ തോമസ് ലീഹ ഭാരതത്തിൽ സുവിശേഷം പറയാൻ, സുവിശേഷം പ്രസംഗിക്കാൻ, അതും അദ്ദേഹം എത്തിയോ എത്തിയില്ലോ എന്നൊരു ചരിത്രപരമായ തർക്കമാണ്. അങ്ങ് ധാരാളം വായിക്കുന്ന ആളാണ്. പുസ്തകങ്ങളുടെ ഇടയ്ക്കൂടെ ആയിരക്കണക്ക് പുസ്തകങ്ങൾക്കിടയിലൂടെ വളരെയേറെ വായിക്കുകയും പ്രധാന കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയും. അങ്ങയുടെ ഒരു നിഗമനത്തിൽ സെൻറ് തോമസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ? ഇത് വളരെ രസകരമായതും വിജ്ഞാനപ്രദമായതും വിശ്ലേഷണം ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പം ഞാൻ ചരിത്രം പഠിച്ചത്, ഒരർത്ഥത്തിൽ ഞങ്ങളെ ചരിത്രം പഠിപ്പിച്ചത് പ്രൊഫസർ MP ശ്രീധരനാണ്. അദ്ദേഹം എന്താ പറയുക, ചരിത്രത്തിൻ്റെ ഒരു വൻകര കണ്ടെത്തിയ ഒരു മഹാമനീഷി എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. അത്രയും ഡീറ്റെയിൽഡായിട്ടാണ് അദ്ദേഹം ചരിത്രമെടുക്കുക. അദ്ദേഹത്തിൻ്റെ കേരള ചരിത്രത്തിലെ ഒരു പ്രാഥമിക ഗവേഷകനും കൂടിയാണ് അദ്ദേഹം. ഒരു പക്ഷേ MGS നാരായണൻ അവർകൾ, അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ആ കാലഘട്ടത്തിലുള്ള ഒരുപാട് ഗവേഷകന്മാർ ഉണ്ട്. അതിലൊക്കെ തന്നെ ഞാൻ പ്രാമുഖ്യം കൊടുക്കുക പ്രൊഫസർ MP ശ്രീധരനാണ്. അദ്ദേഹം വളരെ പ്രായോഗികമായി, വളരെ താത്വികമായി, വളരെ അഗാധതയിൽ ഈ കാര്യത്തെ അപ്രോച്ച് ചെയ്താണ്. പക്ഷെ അദ്ദേഹം എഴുതിയില്ല എന്നുള്ള ഒരു പോരായ്മ മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ, ഞാനടക്കം, അതുപോലെ തന്നെ ചെക്കുട്ടി അടക്കം, MP ചെക്കുട്ടി അടക്കം ഉള്ള ആളുകൾ ഇപ്പോഴും ചരിത്രത്തെ മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പോൾ നമ്മളൊന്നുകൂടി ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ പറയുന്നത് സെൻറ് തോമസ് വരിക എന്ന് പറഞ്ഞാൽ 57 AD എന്ന് വെച്ചാൽ 2000 വർഷം മുമ്പ്. പക്ഷേ ഈ മാനവകുലം ആഫ്രിക്കയിൽ ഭൂജാതനായി എന്ന് പറയുന്ന ഹോമോസാപ്പിയൻ, രണ്ട് കാലിൽ നടക്കുന്ന ആ ഒരു ഹോമോസാപ്പിയൻ 40,000 വർഷം മുമ്പ് ഈ ലോകം മുഴുവൻ ചുറ്റിയിട്ടുണ്ട്. നമ്മൾ മറന്നു പോകാൻ, ഇന്നത് തെളിഞ്ഞതാണ്. ഇന്നത് ശാസ്ത്രീയമായി, ശാസ്ത്രം ആർക്കിയോളജി കൂടെയും ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെയും തെളിയിക്കപ്പെട്ടതാണ്. മനുഷ്യൻ 40,000-50,000 വർഷം മുമ്പ് ലോകം മുഴുവൻ ചുറ്റിയിട്ട്. അപ്പം 40,000 വർഷം മുമ്പ് ആഫ്രിക്കയിൽ ജനിച്ച മനുഷ്യൻ റഷ്യൻ്റെ അപ്പുറത്തും ജപ്പാനിലും ഓസ്ട്രേലിയയിലും അടക്കം എത്തിയിട്ടുണ്ടെങ്കിൽ, അമേരിക്കയിലടക്കം എത്തിയിട്ടുണ്ടെങ്കിൽ, അതിന് 38,000 വർഷം ശേഷം വന്നിട്ടുള്ള ഒരു ആധുനികൻ എന്ന് തന്നെ പറയാം. റോമാ സാമ്രാജ്യത്തിലെ ഒരു ആശ്രിതരായിട്ടുള്ളൊരു വ്യക്തി വരുന്നതിൽ അത്ഭുതമില്ലല്ലോ. ഇനി മിഡിൽ ഈസ്റ്റ്, മധ്യധരണ്യാഴിയുടെ ചരിത്രം തന്നെ എടുക്കുക. ഈ ഹരപ്പൻ സിവിലൈസേഷന് ആ ഭാഗവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ബാബിലോണിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതേമാതിരി തന്നെ സിൽക്ക് റൂട്ട് നമുക്കറിയാം. ഈജിപ്തിൽ നിന്ന് ഇസ്രയേൽ വഴി പുറപ്പെട്ട് മരുഭൂമി കടന്ന് ചൈന വരെ എത്തുന്ന റൂട്ടാണ് സിൽക്ക് റൂട്ട്.
അതിൻ്റെ ഭാഗമായിട്ട് ബോളൻ പാസ്, ഖൈബർ പാസ്, അതിലൂടെ ഇന്ത്യയിലേക്കും വരാം. പിന്നീട് ഹോർമുസ് എന്ന് വെച്ചാൽ റെഡ് സീൻ്റെ ആ ഭാഗത്ത് നിന്ന് കപ്പലിൽ വന്നു കഴിഞ്ഞാൽ കേരള തീരം വരെ എത്താം. കേരള തീരത്തിൽ നിന്ന് തെക്കേ അറ്റം കന്യാകുമാരി വളഞ്ഞ് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരപ്രദേശം വഴി ചൈനയിലെത്താം. അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഇന്ത്യയും മിഡിൽ ഈസ്റ്റും അല്ലെങ്കിൽ മധ്യധരണ്യാഴിയും ഈജിപ്തും റോമാ സാമ്രാജ്യവും തമ്മിൽ അനാദികാലം മുതലുള്ള ബന്ധമുണ്ട്. റോമിന് മുമ്പ് 10-ാം നൂറ്റാണ്ടിൽ തന്നെ സോളമൻ ഈ കിഴക്കൻ തീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ശ്രീധരമാഷനെ കോട്ട് ചെയ്താൽ അദ്ദേഹം പറയും, ബൈബിളിൽ ഓഫിർ എന്നൊരു സ്ഥലത്തു നിന്നാണ് ഈ സാൻഡൽവുഡ്, ചന്ദനം, അതേമാതിരി മയിൽ, ഇത് മൈസൂർ ഫോറസ്റ്റിൽ മാത്രമേ ഉള്ളൂ അത് പോകുന്നത്. അപ്പോൾ അത് സോളമൻ ചക്രവർത്തിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം 3000 കൊല്ലം മുമ്പ് വരെ ഇവിടെ നിന്ന് അവിടെ ബന്ധമുണ്ട്. അപ്പം വന്നിട്ടില്ല എന്ന് ഖണ്ഡിതമായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വന്നിട്ടുണ്ട് എന്നുള്ളതിന് തെളിവൊന്നുമില്ല. രാജാവൊന്നും അല്ലല്ലോ, അദ്ദേഹം പ്രധാനിയൊന്നും അല്ലല്ലോ, അദ്ദേഹം ഒരു മിഷണറിയാണ്. റോമാ സാമ്രാജ്യം അല്ലെങ്കിൽ ജൂത സനേദ്രിം സംഘം കുരിശിൽ തറച്ചു കൊന്ന ഒരു വിപ്ലവകാരിയുടെ അനുയായിയാണ്. അദ്ദേഹം വരുമ്പോൾ ഒരുപക്ഷെ രഹസ്യമായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്ന് മാത്രമല്ല, ആ സെൻറ് തോമസ് ട്രഡീഷൻ തന്നെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഈ മലഞ്ചരക്കുകൾ, പ്രത്യേകിച്ച് സ്പൈസസ്, കുരുമുളക്, ഇഞ്ചി, ചുക്ക്, കറാമ്പു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായിരുന്നു. കാരണം ഇറച്ചിയും അതുപോലുള്ള സാമഗ്രികളും ഭക്ഷണപദാർത്ഥങ്ങളും തണുപ്പ് കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ ഈ കുരുമുളക് അതുപോലുള്ള സ്പൈസസ് ആവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു വമ്പിച്ച അതല്ലെങ്കിൽ ഒരു വ്യാപിച്ച ജൂത വ്യാപാര സമൂഹം ഉണ്ടായിരുന്നു. അവരുടെ അടുത്തേക്കാണ് സെൻറ് തോമസ് വന്നിട്ടുണ്ടായിരിക്കുക. ഇപ്പം ക്രൈസ്റ്റ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ അന്ത്യത്തോളം സുവിശേഷം അറിയിക്കുക, അതിന് ഞാൻ അയക്കും. അങ്ങനെയാണ് ശിഷ്യന്മാർ ഓരോരുത്തർ ഓരോ വഴിക്ക് പോയത്. പൗലോസ് അപ്പോസ്തലൻ റോമിൽ ചെന്നു. കിഴക്കിൻ്റെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞ് സെൻറ് തോമസ് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ഇതിനൊക്കെ രേഖയുണ്ടോ എന്ന് ചോദിച്ചാൽ 2000 വർഷം മുമ്പുള്ള ഒരു ചെറിയ സംഭവമാണ്. അതിന് രേഖ ഇല്ലെങ്കിൽ പോലും ഒരു ട്രഡീഷൻ, അതല്ലെങ്കിൽ ഒരു പാരമ്പര്യം, വിശ്വാസം എന്ന് മാത്രമല്ല അതിനെ പറയേണ്ടത്, ഒരു പാരമ്പര്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഇതിന് നമ്മൾ ആലോചിക്കുക, അന്ന് കൊടുങ്ങല്ലൂരായിരുന്നു ഏറ്റവും വലിയ തുറമുഖം. അപ്പോൾ കപ്പലോ ഏതെങ്കിലും വഴി അദ്ദേഹം തീരപ്രദേശത്ത് കൂടിയൊക്കെ വന്ന് കൊടുങ്ങല്ലൂരെത്തി. പിന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക്, തമിഴ്നാട് വഴി പോകുന്നത്. കൊടുങ്ങല്ലൂരിൽ തന്നെ അദ്ദേഹം കേരളത്തിൽ തന്നെ 10-18 വർഷം ജീവിച്ചിട്ടുണ്ട്. അന്നങ്ങനെയാണല്ലോ, പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ 2 ആഴ്ച കൊണ്ടൊന്നും തിരിച്ചു പോകാൻ പറ്റില്ല. നടന്നു വന്ന് താമസിച്ച് അവിടെ വന്നു, അവിടുത്തെ ഭാഷ പഠിച്ചു, അവിടെ താമസിച്ചു, അവിടെ സുവിശേഷം അറിയിച്ചു, അല്ലെ അവിടെ കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കി അങ്ങനെ പോവുകയാണ് ചെയ്യുക. പലപ്പോഴും അവിടെ വിവാഹം കഴിക്കുകയും ചെയ്യും. അങ്ങനെയാണല്ലോ ഈ അറബികളുടെ കല്യാണങ്ങളൊക്കെ വരുന്നത്. പലപ്പോഴും ആ തീരപ്രദേശ് വിവാഹം കഴിക്കും. വിവാഹം ചെയ്ത് കുടുംബമായി താമസിച്ച് പിന്നീട് പോകുമ്പോൾ അവർക്ക് വേണ്ടത് കാര്യങ്ങൾ, ഭൂമിയൊക്കെ വാങ്ങിക്കൊടുത്ത് അവർ പോവുകയും ചെയ്യും. ആ പോക്ക് ചിലപ്പോൾ അവസാനത്തെ പോക്കായിരിക്കാം. അന്നത്രയൊന്നും ആയുസ്സുമില്ല, സ്ഥിരതയുമില്ല. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന് തേനി വഴി, ചെങ്കോട്ട വഴി ആണ് സെൻറ് തോമസ് മദ്രാസിലെത്തുന്നത്, ചെന്നൈ എത്തുന്നത്. അവിടെ ബട്ടർ, അതായത് വേറൊരു ഗോത്രമാണ്, ജൂതഗോത്രമാണ്, അവരുമായിട്ടുള്ളൊരു സംഘർഷം വന്നു. സംഘർഷം വന്നപ്പോൾ അവരെന്ത് ചെയ്തു? സെൻറ് തോമസിനെ കൊന്നു. എങ്ങനെയാണ് കൊന്നത്? ഇന്ത്യക്കാരൻ സാധാരണ കൊല്ലുക വടിയെടുത്ത് അടിച്ചിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ കത്തിയെടുത്ത് കുത്തിയിട്ടാണ്. ഇത് കുന്തം കൊണ്ട് കുത്തിയിട്ടും കല്ലെറിഞ്ഞിട്ടുമാണ്. ഈ കല്ലെറിയൽ മരുഭൂമിയിലെ സംസ്കാരമാണ്, കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. അപ്പോൾ അതൊരു മോശയുടെ നിയമം നടപ്പാക്കിയതാണ്. അപ്പോൾ ഈ ട്രഡീഷൻ മുഴുവൻ കാണിക്കുന്നത് ഒരു ശിഷ്യൻ, ഒരാൾ ഈ ജൂത സമൂഹത്തിലേക്ക് വരികയും അവിടെ നിന്ന് അദ്ദേഹം തിരിച്ചു പോകാതെ കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് ഒരു സംഭവമില്ലെങ്കിൽ ഇത് സംഭവിക്കില്ലല്ലോ. അപ്പോൾ പ്രോബബിലിറ്റി, നമ്മൾ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയും ഈ തെളിവ് നിയമത്തിൽ, കോടതിയിൽ. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിൽ വരെ ഒരാൾ ജീവരുന്ന തടവിന് ശിക്ഷിക്കാം കൊലക്കേസിൽ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ തെളിവ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ പ്രോബബിളാണ്. ഇനി അതിനുശേഷം പിന്നൊരു മാർത്തോമ വന്നിട്ടുണ്ട് 400 വർഷത്തിന് ശേഷം. അതിനിടയ്ക്ക് പലരും വന്നു പോയിട്ടുണ്ടാവും. അപ്പം ഇതെല്ലാം പിന്നെ സെൻറ് തോമസ് കൺവെർട്ട് ചെയ്തു എന്ന് പറയുന്ന, അതല്ലെങ്കിൽ സുവിശേഷം അറിയിച്ചു എന്ന് ചെയ്യുന്ന
പകലോമറ്റം കുടുംബങ്ങളടക്കമുണ്ട്. ആ കുടുംബ പാരമ്പര്യം, ആ തറവാടുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്, പള്ളികൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യാദൃച്ഛികമായിട്ട് തീയില്ലാതെ പുകണ്ടാവില്ലല്ലോ. യാദൃച്ഛികമായി ആരും വരാതെ, ഒരാളും വരാതെ അത്തരത്തിലുള്ളൊരു ട്രഡീഷൻ ശൂന്യതയിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുക, അത് ഏതായാലും വളരെ വ്യക്തമാണ്. പിന്നെ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അപ്രധാനമായിട്ടുള്ള ഒരു സുവിശേഷകൻ വന്നതിന് എന്ത് തെളിവാണ് ഉണ്ടാവുക? തെളിവ് തന്നെയാണല്ലോ അദ്ദേഹം സ്ഥാപിച്ച പള്ളികൾ, അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ, അദ്ദേഹം കൺവേർട്ട് ചെയ്തിട്ടുള്ള കുടുംബക്കാർ, അതൊക്കെ അതിൻ്റെ ഒരു ഉപഫലങ്ങൾ ആയിട്ടാണ് വരുന്നത്. ഇനി വേറെ ഒന്നും കൂടി നോക്കേണ്ടത്, ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. 323 BC എന്ന് വെച്ചാൽ 2350 കൊല്ലം മുമ്പാണ് അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യ ആക്രമിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഗ്രീസിൽ നിന്ന് ഇപ്പം ഗ്രീസിൽ പോകണമെന്നുണ്ടെങ്കിൽ എത്ര പണിയുണ്ട്? അന്നും ഗ്രീസിൽ നിന്ന് ഒരു ആർമിയുമായി, ഈ വിനോദസഞ്ചാരമൊന്നും അല്ലല്ലോ, യുദ്ധം ചെയ്ത് പേർഷ്യൻ സാമ്രാജ്യത്തെ വരെ കീഴടക്കിക്കൊണ്ടുള്ള ഒരു പടയോട്ടമായിരുന്നു അലക്സാണ്ടർ. അതേ ഈജിപ്തിൽ പോയി അവിടെ കോൺകർ ചെയ്തു, അവിടെ അലക്സാണ്ട്രിയ പട്ടണം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് പിന്നീട് വന്നു പേർഷ്യൻ സാമ്രാജ്യത്തെ അറ്റാക്ക് ചെയ്തു, ആക്രമിച്ചു, കീഴടക്കി. അങ്ങനെ പോവാണ്. പിന്നെയാണ് നമ്മളെ പോറസ് ചക്രവർത്തിയുടെ പോറസ് രാജാവിന് അദ്ദേഹം കീഴടക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് പിന്നീട് ഇന്ത്യൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് അദ്ദേഹത്തിന് കടക്കാൻ, കാരണം പിന്നീട് നാടുമായിട്ടുള്ള ബന്ധം കുറേ 3-4 വർഷങ്ങളായി നാടുമായി ബന്ധമില്ല. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ആർമി, ഒരു 1-2 ലക്ഷം വരുന്ന പട്ടാളക്കാരെ കൊണ്ട് അലക്സാണ്ട്രിയയിൽ നിന്ന്, മാസിഡോണിയയിൽ നിന്ന്, ഗ്രീസിൽ നിന്ന് ഒരു ചക്രവർത്തി, ഒരു രാജാവ് പുറപ്പെട്ടാൽ അദ്ദേഹം അദ്ദേഹത്തിന് അറിയുമായിരുന്നിരിക്കുമല്ലോ, മാപ്പ് ഉണ്ടാവണമല്ലോ, എവിടേക്കാണ് പോകുന്നത് എന്നുള്ള ലക്ഷ്യം വേണ്ടേ? അവിടെ എത്ര രാജാക്കന്മാരുണ്ട്, രാജാവിൻ്റെ ശക്തി എത്ര ലോജിസ്റ്റിക്സ് ഉണ്ട്, ഇതൊക്കെ അറിയണ്ടേ? നല്ലൊരു ആർമി മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഇതൊന്നും നോക്കുന്നില്ല. ഒരു 1-2 ലക്ഷം പട്ടാളക്കാർ ഉപയോഗിച്ച് പട്ടാളക്കാർ മരിക്കും, അവർ ശവസംസ്കാരം നടത്തണം. മാത്രമല്ല രാജ്യത്തേക്ക്, സ്വന്തം നാട്ടിലേക്ക് കത്ത് പോകണം. അപ്പോൾ അതിന് ദൂതന്മാർ വേണം, കൊറിയേഴ്സ് ഉണ്ടാവും. അങ്ങനെ പല സംഗതികളും വേണ്ടേ? എത്ര നാഴികയാണ്? 5000, 6000, 7000 നാഴിക വിസ്താരത്തിലാണ് അലക്സാണ്ടർ പടയോട്ടം നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ അന്നും അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. താൻ എവിടേക്കാണ് പോകുന്നത്, താൻ അടുത്തിനി ഏത് രാജാവിൻ്റെ കോട്ടയാണ് പിടിക്കാൻ പോകുന്നത്, ആ കോട്ടയുടെ സ്ഥിതി എങ്ങനെയാണ്, ഇതൊക്കെ ചാരന്മാർ വിട്ടിട്ടും അതുപോലെ തന്നെ മുൻകൂട്ടി വിവരങ്ങൾ ലഭിച്ചിട്ടുമാണ് ആക്രമണത്തിന് പോകുന്നത്. അപ്പോൾ ഇത് 323 BC, 2500 വർഷം മുമ്പ് നടന്നിരിക്കാമെങ്കിൽ അവിടെ നിന്ന് ഒരു സുവിശേഷകന് ഇന്ത്യ എത്തിക്കൂടെ? ആ റൂട്ട് പരിചയമല്ലേ? ആ റൂട്ട് ആദ്യമായി വരുന്നതല്ലല്ലോ, വാസ്കോ ഡി ഗാമ വന്ന മാതിരി ആദ്യമായിട്ട് വരുന്നതല്ലല്ലോ. അപ്പോൾ എൻ്റെ ബലമായിട്ടുള്ള ഒരു വിശ്വാസം മാത്രമല്ല, ഒരു പ്രോബബിലിറ്റി, സാധ്യത, ഇദ്ദേഹം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. വന്നിട്ടില്ല എന്നുള്ളതിന് തെളിവില്ലല്ലോ. വന്നിട്ടുണ്ട് എന്നുള്ളതിന് തെളിവ് ചോദിക്കുമ്പോൾ വന്നിട്ടില്ല, ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞപ്പോൾ വന്നിട്ടില്ല എന്നുള്ളതിനും തെളിവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യം വെച്ചിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഇനി അലക്സാണ്ടറെ പറ്റി പറഞ്ഞപ്പോൾ ശ്രീധരൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ് യൂറോപ്യൻസ് പറയുക, നമ്മളൊക്കെ പറയാതെ മഹാനായ അലക്സാണ്ടർ. പക്ഷേ പാഴ്സികൾ എന്താ പറയുക അറിയോ? പാഴ്സികൾ എന്ന് പറഞ്ഞാൽ പേർഷ്യക്കാർ, നമ്മുടെ നാട്ടിലുള്ള പേർഷ്യക്കാർ. അവർ പറയുക അലക്സാണ്ടർ ദ ബുച്ചർ എന്നാണ്. അറവുകാരൻ അലക്സാണ്ടർ എന്നാണ് പറയുക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ ഈ ആക്രമിച്ചിട്ട് രാജ്യം പിടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സൈന്യാധിപനെയും രാജാവിനെയും സേനകളെയും ഒന്നും തന്നെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം പിന്നീട് അവർ യോജിച്ച് വീണ്ടും യുദ്ധം ചെയ്യില്ലേ, അപ്പോൾ എല്ലാവരെയും കൊല്ലായി. അങ്ങനെ ബ്ലഡ് ബാത്ത് ആയിരുന്നു, രക്തപ്പുഴ ഒഴുക്കിയിട്ടാണ് അലക്സാണ്ടർ പോയിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം തിരിച്ചുപോയി. തിരിച്ചുപോയത് എങ്ങനെയാണ്? അതും ചരിത്രം പറയുന്നുണ്ട്. തിരിച്ചുപോയത് അദ്ദേഹം കരവഴി പോയി പകുതി സൈന്യത്തെ സിന്ധു നദിയിലൂടെ, ഇൻഡസ് റിവറിലൂടെ കപ്പൽ കയറ്റി ഏകദേശം അറബിക്കടലിൻ്റെ തീരത്ത് വെച്ച് അവിടെ നിന്ന് വേറെ കപ്പലുകളിൽ അവർ റെഡ് സീയിലേക്ക് ചെങ്കടൽ വഴി ഗ്രീസിലെത്തി. അലക്സാണ്ടർ മധ്യത്തിൽ വെച്ച് അറേബ്യയിലെ ഒരു ഗ്രാമത്തിൽ വെച്ച് അദ്ദേഹം മരിക്കുന്നു. അപ്പോൾ നമ്മുടെ സെൻറ് തോമസിന് 350 വർഷം മുമ്പ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരാൾ വന്നു പോയിട്ടുണ്ട്.
അപ്പോൾ ഇതൊരു പ്രോബബിളാണ്, സാധ്യതയാണ്. പിന്നെ കുടക്കല്ല്, ഒരുപാട് ജൂത കുടക്കല്ലുകൾ, അതൊക്കെ തന്നെ മെൻഹേഴ്സ്, അത് നമുക്ക് അവൈലബിളാണ്. ഇന്നിപ്പോൾ അതൊക്കെ ശാസ്ത്രീയമായിട്ട് ആർക്കിയോളജിയും കാർബൺ-14 ടെസ്റ്റും ഒക്കെ നടത്തിയിട്ട് അത് വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ആലത്തൂർ എൻ്റെ അമ്മ വീട്ടിൻ്റെ തൊടിയിൽ ഇതേമാതിരിയുള്ളൊരു കുടക്കല്ല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ജൂത ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം 2000 വർഷം മുമ്പ്. അപ്പോൾ അവർ ഈ അടുത്താണ് ഞാൻ വ്യക്തമായിട്ടുള്ള വേറൊരു കാര്യം പറഞ്ഞത്, ഇവർ ഈ കൊടക്കല്ലിൽ അല്ലെങ്കിൽ കുടത്തിൽ ഈ ശവസംസ്കാരം നടത്തുന്നത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവരുടെ പ്രോമിസ്ഡ് ലാൻഡിൽ പോകുമ്പോൾ ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആയിരുന്നിരിക്കണം. അത് 1948 സംഭവിച്ചല്ലോ. കൊച്ചിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ജൂതന്മാരും, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ജൂതന്മാരും, അമേരിക്കയിൽ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള സ്ഥലത്തുള്ള ജൂതന്മാരും ഇസ്രായേലിലേക്ക് കുടിയേറി പാർത്തു. അപ്പോൾ അവരുടെ ആ ഒരു സ്വപ്നം സബലീകരിക്കാനായിരിക്കാം അവർ ഈ ഒരു രീതിയിൽ ഈ കുടത്തിൽ ശവസംസ്കാരം ആരംഭിച്ചത്. എന്തായാലും സെൻറ്റ് തോമസ് വന്നിട്ടുണ്ട്, വന്ന് അദ്ദേഹം പ്രവൃത്തിയെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സെൻറ്റ് തോമസിനെ പോലെയുള്ള ഒരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹം പ്രവൃത്തിയെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ട്രഡീഷൻ നിലനിൽക്കില്ല. അപ്പോൾ സാഹചര്യ തെളിവുകൾ കൂടുതൽ സെൻറ്റ് തോമസ് വന്നു, ഇവിടെ പ്രവർത്തിച്ചു, ഇവിടെ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളതിനാണ് കൂടുതൽ പ്രായോഗിക പ്രസക്തി.